ബെൻറ്റനെ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ എപ്പിസോഡ് വരുമ്പോൾ അറിയാനായി ബെൽ ബട്ടൺ അമർത്തൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബെൻ 10 S1E3 ക്രാക്കൻ നദിയിലെ രാക്ഷസൻ. എപ്പിസോഡ് തുടങ്ങുന്നത് ബെൻ രാത്രി നദിയിൽ നീന്തുന്നത് കാണിച്ചുകൊണ്ടാണ്. നദിയിലെ വെള്ളം ചെളിവെള്ളമാണെന്ന് പറഞ്ഞ് ഗ്വെൻ കരയിലിരിക്കുന്നു. ബെൻ ഗ്വെന്നിനെ കളിയാക്കുന്നു. ഗ്വെൻ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് ബെൻ വെള്ളത്തിലേക്ക് മുങ്ങുന്നു. ഗ്വെൻ നോക്കുമ്പോൾ ഒരു വലിയ രൂപം നദിയിൽ നിന്നും എഴുന്നേറ്റ് വരുന്നത് കണ്ട് അവൾ പേടിക്കുന്നു. അവളുടെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അത് ബെൻ ഫോറാംസായി ട്രാൻസ്ഫോം ചെയ്ത് അവളെ പറ്റിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ദേഷ്യം വന്ന ഗ്വെൻ അവിടെ നിന്നും അവരുടെ വാനിലേക്ക് പോകുന്നു. പെട്ടെന്നൊരു നീരാളിയുടെ കൈ വന്ന് ഫോറാംസിന്റെ കാലിൽ പിടിക്കുന്നു. ഫോറാംസ് പേടിച്ചു പോകുന്നു. ഫോറാംസ് എങ്ങനെയോ അവിടെ നിന്നും രക്ഷപ്പെട്ട് വാനിൽ തിരിച്ചെത്തുന്നു. ബെൻ തന്റെ കാലിൽ എന്തോ പിടിച്ചു വലിച്ചെന്നും നദിയിൽ എന്തോ ഒന്നുണ്ടെന്നും ഗ്വെന്നിനോടും ഗ്രാൻഡ്പാ മാക്സിനോടും പറയുന്നു. എന്നാൽ അവരാരും അവൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. ഒന്നാമത് അവൻ കുറച്ചു മുമ്പ് ഗ്വെന്നിനെ പറ്റിച്ചതാണ്. അടുത്ത ദിവസം 3 പേരും നദിയിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നു. ഗ്വെൻ കരയിൽ നിൽക്കുകയാണെന്ന് പറയുന്നു. ബെന്നും ഗ്രാൻഡ്പാ മാക്സും അവിടുത്തെ ഒരു ബോട്ടിൽ കയറുന്നു. അതിന്റെ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ ഷോ. ആൾ ഒരു പരുക്കൻ സ്വഭാവക്കാരനാണ്. അവർ നദിയിലൂടെ പോകുമ്പോൾ ബെൻ നദിയിലെ മോൺസ്റ്ററിനെയും നോക്കിയിരിക്കുന്നു. ബെൻ മോൺസ്റ്ററിനെ പറ്റി ഗ്രാൻഡ്പയോട് പറയുന്നു. ഇത് കേട്ട ക്യാപ്റ്റൻ ഷോ അങ്ങനെ ഒരു മോൺസ്റ്റർ ഈ നദിയിലുണ്ടെന്നും അതിനെ താൻ കണ്ടിട്ടുണ്ടെന്നും പറയുന്നു. തന്നെ ആളുകൾ വട്ടനെന്ന് വിളിക്കാറുണ്ട്. ക്രാക്കൻ എന്നാണ് ഞാൻ ആ ജീവിയെ വിളിക്കുന്നതെന്ന് അയാൾ പറയുന്നു. അതിനെ കണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാമെന്നും അയാൾ പറയുന്നു. ഗ്രാൻഡ്പാ ക്യാപ്റ്റൻ വെറുതെ തള്ളുകയാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ ബെൻ ഇതെല്ലാം ആകാംക്ഷയോടെ കേട്ടു നിൽക്കുന്നത് കണ്ട് ഗ്രാൻഡ്പാ മാക്സ് അയാളോട് അങ്ങോട്ടേക്ക് പോകാൻ പറയുന്നു. എന്നാൽ ബോട്ട് അവിടെ എത്തുമ്പോൾ ആ സ്ഥലം സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവരുടെ മുന്നിലേക്ക് ഒരു വലിയ ബോട്ട് വരുന്നു. അതിലുണ്ടായിരുന്ന ഒരാൾ സ്വയം പരിചയപ്പെടുത്തുന്നു. തൻ്റെ പേരാണ് ജോന മെൽവിൽ. ഈ ഏരിയയിൽ മറൈൻ ബയോളജി ഗ്രൂപ്പിന്റെ റിസർച്ച് നടത്താനായി അടച്ചതാണെന്ന് പറയുന്നു. ക്യാപ്റ്റൻ ഷോക്ക് ഇത് കേട്ട് ദേഷ്യം വരുന്നു. ഗ്രാൻഡ്പാ മാക്സ് അയാളോട് വണ്ടി കരയിലേക്ക് തിരിക്കാൻ പറയുന്നു. ഗ്രാൻഡ്പാ ആ ബോട്ട് മുഴുവൻ ദിവസത്തേക്ക് ബുക്ക് ചെയ്തതിനാൽ അവർ കരയിലേക്ക് തിരിച്ചു പോകുന്നു. ബോട്ടിന്റെ സോണാറിൽ എന്തോ ഒന്ന് തെളിയുന്നു. ഒരു വലിയ മീനിന്റെ ചിറക് ഗ്വെൻ ഇരിക്കുന്ന കരയുടെ ഭാഗത്തേക്ക് നീങ്ങുന്നതായി അവർ കാണുന്നു. ക്രാക്കൻ എന്ന നദിയിലെ മോൺസ്റ്റർ ആയിരുന്നു അത്. അത് നദിയുടെ മുകളിലേക്ക് വരികയും അവിടുത്തെ ഡോഗ്സ് പൊട്ടിച്ച് ഗ്വെൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെള്ളത്തിലേക്ക് ഇടുന്നു. ബെൻ അവരെ രക്ഷിക്കാനായി റിബ്ജോസ് എന്ന ഏലിയൻ ആവാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ എക്സലറേറ്റ് ആയാണ് മാറുന്നത്. വേറെ വഴിയൊന്നും ഇല്ലാത്തതിനാൽ അവൻ വെള്ളത്തിൽ ഇറങ്ങി നീന്താൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ നദിയുടെ മുകളിൽ കൂടെ ഓടാനുള്ള വേഗത ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൻ എല്ലാവരെയും രക്ഷിക്കുന്നു. ജോന തന്റെ ക്രൂവിനോട് ബോട്ട് എടുക്കാൻ പറയുന്നു. ക്രാക്കൻ അത് കാണുന്നു. അത് ആ ബോട്ടിനെ പിന്തുടരുന്നു. ബോട്ടിലെ ഒരു പ്രത്യേക ബോക്സ് എടുക്കാനായി ക്രാക്കൻ ശ്രമിക്കുന്നു. എക്സലറേറ്റ് അതിൽ നിന്നും ക്രാക്കനെ എതിർക്കുന്നു. ക്രാക്കൻ ശ്വാസമെടുക്കാനായി വെള്ളത്തിലേക്ക് പോകുന്നു. എന്ത് മൂല്യമുള്ള സാധനമാണ് ആ പെട്ടിക്കകത്തുള്ളതെന്ന് എക്സലറേറ്റ് ജോനയോട് ചോദിക്കുന്നു. അത് ഫിഷ് ഫുഡാണെന്ന് ജോന പറയുന്നു. ക്രാക്കൻ വീണ്ടും മുകളിലേക്ക് വരുന്നു. ആ പെട്ടി കൈക്കലാക്കി താഴേക്ക് പോകുന്നു. ബെന്നിന്റെ ഓംനിട്രിക്സ് ടൈം ഔട്ടാകാൻ തുടങ്ങുന്നു. അവൻ നേരെ ക്യാപ്റ്റൻ ഷോയിന്റെ ബോട്ടിലേക്ക് നേരെ പോകുന്നു. അവിടെ എത്തുന്നതിന് മുമ്പ് ബെൻ പഴയതുപോലെ ആകുന്നു. ഗ്രാൻഡ്പാ ബെന്നിനെ കയറ്റാനായി ബോട്ട് തിരിക്കാൻ ഷോയോട് പറയുന്നു. ഷോ ക്രാക്കനെ പിടിക്കാൻ തന്റെ ഹാർപൂൺ എന്ന ആയുധം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അടുത്ത പ്രാവശ്യം പിടിക്കാമെന്ന് അയാൾ ദേഷ്യത്തോടെ പറയുന്നു. അന്ന് രാത്രി ബെൻ തനിക്ക് ക്രാക്കനെ പിടിക്കാൻ ഷോയെ സഹായിക്കണമെന്ന് ഗ്രാൻഡ്പയോട് പറയുന്നു. അതിൽ നീ ഇടപെടേണ്ട എന്ന് ഗ്രാൻഡ്പാ മാക്സ് ബെന്നിനോട് പറയുന്നു. അവിടേക്ക് ഷോ വന്ന് മറൈൻ ബയോളജി ടീം ലേക്ക് അടപ്പിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും ക്രാക്കനെ പിടിക്കുന്നതിൽ നിന്നും തന്നെ തളർത്താനാവില്ല എന്ന് പറയുന്നു. അന്ന് രാത്രി ബെൻ മെല്ലെ ചാടിപ്പോകുന്നു. അവൻ പതിയെ ഷോയുടെ ബോട്ടിൽ കയറിക്കൂടുന്നു. ബോട്ട് നദിയുടെ നടുക്കെത്തുമ്പോഴാണ് ഷോ ബെന്നിനെ കാണുന്നത്. അവർ ക്രാക്കനെ കാണാറുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഷോ ബെന്നിനെ ബോട്ടിൽ നിർത്തി ഡൈവിംഗ് സ്യൂട്ടിൽ ഹാർപൂൺ എന്ന ആയുധം എടുത്ത് വെള്ളത്തിൽ ചാടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പെയർ ഡൈവിംഗ് സ്യൂട്ട് എടുത്ത് ബെന്നും പിറകെ ചാടുന്നു. അവർ താഴെ ഒരു കൂട്ടിൽ വലിയ മുട്ടകൾ കാണുന്നു. അത് കൊണ്ടുപോകാനായി അവർ ബോട്ടിലേക്ക് തിരിച്ചു നീന്തുന്നു. ഷോ മുകളിൽ എത്തുമ്പോൾ ഒരു സ്പീഡ് ബോട്ട് അവരുടെ ബോട്ടിനടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ മാസ്ക് ധാരികൾ ഷോയെ പിടിച്ച് ചോദ്യം ചെയ്യുന്നു. എന്താണ് താഴെ കണ്ടതെന്ന് അയാളോട് ചോദിക്കുന്നു. താനൊന്നും കണ്ടില്ല എന്ന് ഷോ പറയുന്നു. മാസ്ക് ധരിച്ചയാൾ ഷോയെ ഇടിച്ച് ബോധം കെടുത്തുന്നു. അയാൾ മുഖം മൂടി വരുന്നു. അത് ജോന ആയിരുന്നു. ഇതെല്ലാം കുറച്ചകലെ പൊന്തി വന്ന ബെൻ കാണുന്നുണ്ടായിരുന്നു. ജോന നദിയിൽ ഒരു GPS ട്രാക്കർ ഇടുന്നു. വീണ്ടും അങ്ങോട്ടേക്ക് വരാനായിരുന്നു അത്. ജോന ഷോയുടെ ബോട്ട് തകർക്കുന്നു. ബെന്നിന്റെ വാച്ച് റീചാർജ് ആയിരുന്നു. ബെൻ സ്റ്റിംഗ് ഫ്ലൈ എന്ന ഏലിയനായിട്ട് മാറുന്നു. ജോനയുടെ ബോട്ടിനെ പിന്തുടരുന്നു. അവിടെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. ബെന്നിന് ജോനയുടെ ക്രൂ ഷൂട്ട് ചെയ്യുന്നു.
ബെൻ സ്ലൈം ഉപയോഗിച്ച് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഒരു ഷോട്ടേറ്റ് ബെൻ വെള്ളത്തിൽ വീണ് ചിറക് നനഞ്ഞ് പറക്കാൻ പറ്റാതെയാകുന്നു. ഭാഗ്യത്തിന് ഒരു മരത്തിൽ ബെൻ കയറി പറ്റുന്നു. ജോന ഷോയെ വെള്ളത്തിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. സ്റ്റിംഗ് ഫ്ലൈ ഷോയെ രക്ഷിച്ച് ഗ്രാൻഡ്പയുടെ വണ്ടിയിലേക്ക് എത്തുന്നു. ബെൻ നടന്നത് ഗ്രാൻഡ്പയോട് പറയുന്നു. ക്രാക്കൻ വെറുതെ ആളുകളെ ആക്രമിക്കുന്നതല്ലെന്നും തൻ്റെ കുഞ്ഞുങ്ങളെ ജോന തട്ടിക്കൊണ്ടു പോകുന്നത് കൊണ്ടാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നും അവൻ പറയുന്നു. ഗ്വെൻ ഇതിനെപ്പറ്റി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നു. മറൈൻ ബയോളജി സ്റ്റഡി ഗ്രൂപ്പ് എന്ന പേരിൽ റെയർ ആനിമൽസിൻ്റെ എക്സും മറ്റും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു വാണ്ടഡ് ക്രിമിനലാണ് ജോന എന്ന് അവരോട് പറയുന്നു. ഗ്വെൻ പോലീസിനെ വിളിച്ച് വിവരമറിയിക്കുന്നു. ബെന്നിന് ക്രാക്കനെ സഹായിക്കണമെന്നുണ്ട്. എന്നാൽ ഷോക്ക് ക്രാക്കനെ എങ്ങനെ പിടിക്കണമെന്നായിരുന്നു ചിന്ത. അയാൾ അവർ തൻ്റെ സ്പെയർ ബോട്ടിൽ യാത്ര ചെയ്യാമെന്ന് പറയുന്നു. ടീം ടെനിസൺസ് ബോട്ട് ഹൈജാക്ക് ചെയ്ത് ജോനയുടെ കാനറി ബോട്ട് ഒളിപ്പിച്ച സ്ഥലത്ത് എത്തുന്നു. കാനറിയിൽ ജോന മുട്ടകളെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു, തൻ്റെ റോബോട്ടിക് സബ്മറൈൻ ഉപയോഗിച്ചുകൊണ്ട്. ടീം ടെനിസൺസ് അവിടെ എത്തുന്നു. ബെൻ റിപ്ജോസായി ജോനയോട് ഏറ്റുമുട്ടുന്നു. അവിടേക്ക് അപ്രതീക്ഷിതമായി ക്രാക്കൻ വരുന്നു. അവിടെ 3 പേർക്കിടയിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. ജോന ക്രാക്കനെ റോബോട്ടിക് ആംസ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. ബെൻ ക്രാക്കന് വേണ്ടി ജോനയുടെ അടുത്തുനിന്നും മുട്ടകൾ കൈക്കലാക്കുന്നു. ഇതേ സമയം ഗ്രാൻഡ്പയും ഗ്വെന്നും ജോനയുടെ ക്രൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. ജോനയുടെ റോബോട്ടിക് ആംസിൽ ഒന്നിനെ ബെൻ പൊട്ടിക്കുന്നു. ശേഷം മുട്ടകൾ ക്രാക്കൻ്റെ കൂട്ടിലെത്തിക്കുന്നു. ജോന പിറകെ വന്ന് മുട്ട മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ്റെ റോബോട്ടിക് സബ്മറൈൻ ക്രാക്കൻ പൊട്ടിക്കുന്നു. ജോന ക്രാക്കനെ കത്തിക്കൊണ്ട് കുത്തുന്നു. എന്നാൽ കത്തി പൊട്ടിപ്പോകുന്നു. ക്രാക്കൻ അവനെ തിന്നാൻ പോകുന്നു. എന്നാൽ ബെൻ ജോനയെ രക്ഷിക്കുന്നു. ക്രാക്കൻ ശാന്തനായി തൻ്റെ മുട്ടയുടെ അടുത്തേക്ക് പോകുന്നു. റിപ്ജോസ് ജോനയെ ഇടിച്ച് ബോധം കെടുത്തി ഒരു മരക്കഷ്ണത്തിൽ തൂക്കിയിടുന്നു. ജോനയെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. താൻ ക്രാക്കൻ്റെ കുട്ടിയെ പിടിച്ചെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ഷോ ബോട്ടിൽ ഗ്രാൻഡ്പയുടെ അടുത്തേക്ക് വരുന്നു. വലയിൽ കുടുങ്ങിയത് റിപ്ജോസ് ആയിരുന്നു. ഷോ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ബെൻ പഴയതുപോലെ മാറുന്നു. ഗ്രാൻഡ്പ വലയിലുള്ളത് ബെന്നാണെന്ന് പറയുന്നു. ഷോക്ക് ദേഷ്യം വരുന്നു. ശേഷം നദിയുടെ അടിയിൽ ക്രാക്കനെയും മുട്ടകളെയും കാണിച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ആക്സലറേറ്റ് റിപ്ജോസ് സ്റ്റിംഗ് ഫ്ലൈ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആരാണ് ജയിക്കുക? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തൂ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.